പോളിനോമിയൽ ഡിവിഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയതാണ് എക്സ് മൈനസ് 1 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4x² + 4x + 6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 4x³ + 2x - 6 = x - 1 ഇൻറ്റു, അപ്പോൾ നമ്മൾ 16 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 60 = 12 × 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5 × 12 എന്ന് എഴുതാം. അതുപോലെ തന്നെ 4x³ + 2x - 6 x - 1 ഡിവൈഡ് ചെയ്തപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് നമുക്ക് അത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുന്നു, തിരിച്ച് പറയാമല്ലോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇതിൽ നിന്ന് നമുക്കൊരു സൊല്യൂഷൻ കിട്ടി, x = 1 അല്ലേ. ഇതിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ 0. അതുപോലെ ഇത് എപ്പോഴൊക്കെ 0 എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സൊല്യൂഷൻസും ആയി, അല്ലെങ്കിൽ ഫാക്ടേഴ്സും ആയി. ഓക്കെ, ശരി. അപ്പോൾ ഇത് എപ്പോഴൊക്കെ 0 എന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്, ഇത് സോൾവ് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ ഞാൻ അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇതിൽ 4x² + 4x + 6 എപ്പോൾ 0 എന്ന് നോക്കി നോക്കാം. അതായത് 4x² + 4x + 6 = 0ൻ്റെ സൊല്യൂഷൻസ് എപ്പോൾ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആവുന്ന സൊല്യൂഷൻസ്. ഓക്കെ, ഞാൻ ത്രൂ ഔട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്തു, കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ഡിവൈഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് സെയിം ആൻസർ കിട്ടും. ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 4x² 2x² ആവും, 4x 2x ആവും, 6 3 ആവും, 0 0 തന്നെ. നോർമലി നമ്മൾ സൊല്യൂഷൻസ് ഉണ്ടാവും ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഏതൊക്കെയാണെന്ന് x = -b + or - √b² - 4ac യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതിന് മുമ്പ് b² - 4ac എന്ന് കണ്ടിട്ട് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലെന്ന് ആദ്യം കൺഫേം ചെയ്യാം, എന്നിട്ട് ചെയ്യലേ നല്ലത്. അപ്പോൾ ഞാൻ അതിന് ആദ്യം എന്ത് ചെയ്തു, a 2 ആണെന്ന് എഴുതി കൊടുത്തു, b 2 ആണെന്ന് എഴുതി കൊടുത്തു, c 3 ആണ്. ഇത് കാരണം സെക്കൻഡ് ഡിഗ്രി ആണല്ലോ, അപ്പോൾ എയും ബിയും സി എഴുതി. b² - 4ac കാണാൻ തുടങ്ങുകയാണ്. b² - 4ac കണ്ടു നോക്കിയപ്പോൾ b എന്ന് പറഞ്ഞാൽ 2 ആണ്, അപ്പോൾ 2² - 4 × 2 × 3, അപ്പോൾ 4 - 24 വന്നു, കിട്ടിയത് -20 ആണ്. ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടല്ല -20 കിട്ടിയത്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്താണ്? b² - 4ac നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഈ എഴുതിയ സെക്കൻഡ് ഡിഗ്രി ഉണ്ടല്ലോ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, അതിന് സൊല്യൂഷൻ ഇല്ല. ഇപ്പോൾ ചെയ്തതെല്ലാം വെറുതെ. ഇതിപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടായിരുന്നല്ലോ നമുക്ക് തോന്നും, പക്ഷെ ഇങ്ങനെ ചെയ്ത് അത് കൺഫേം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് സൊല്യൂഷനൊന്നും ഇല്ല എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് പഴയതിലേക്ക് തിരിച്ചു വരാം. 4x² + 4x + 6ന് സൊല്യൂഷൻ ഇല്ല, = 0ന് സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും 0 ആവില്ല എന്നാണ് റിയൽ നമ്പേഴ്സിന്. ഓക്കെ, നമുക്ക് വേണ്ട നമ്പേഴ്സ് ഒന്നും ഇതൊന്നും കിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? f'(x)നെ നമ്മൾ, അതായത് f'(x) ഇതാ കിട്ടിയത് ഡെറിവേറ്റീവ്, നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയൊക്കെ ചെയ്തത്. f'(x) 0 ആവുന്നത് x = 1 മാത്രമാണ്. അത് നമുക്ക് ആദ്യം കിട്ടിയതാണ്, 1 മാത്രമാണ് f'(x) 0 ആവുമെന്ന് മനസ്സിലായി. f'(x) 0 ആവുന്ന പോയിൻ്റ് പറഞ്ഞാൽ എന്താ? ക്രിട്ടിക്കൽ പോയിൻ്റാണ്. ഓൺലി ക്രിട്ടിക്കൽ പോയിൻ്റ് ഈസ് x = 1 അല്ലേ. ക്രിട്ടിക്കൽ പോയിൻ്റ് x = 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രിട്ടിക്കൽ പോയിൻറ്റിലാണ് ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം ഉണ്ടാവുക. കാരണം നമുക്കിത് മിനിമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് ഇങ്ങനെ വരാം. ഓക്കെ, ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം ഉറപ്പായിട്ടും x = 1 ഇനി അത് ലോക്കൽ മിനിമം ആണോ ലോക്കൽ മാക്സിമം ആണോ തിരിച്ചറിയാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് എളുപ്പം. എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്ത് ചെയ്യണം? ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് ലോക്കൽ മാക്സിമം ഓർ ലോക്കൽ മിനിമം ഏതാണെന്ന് കൺഫേം ചെയ്യണം. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എളുപ്പമാണ്, ജസ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇതാണ് നമുക്ക് കിട്ടിയത്, ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കൂടെ ഡെറിവേറ്റീവ് അല്ലേ, എളുപ്പമല്ലേ. 4 × x³ പറഞ്ഞാൽ 4 × x³ 3x² + 2 × x 1 6 0 അല്ലേ. 4 × 3x² എന്ന് പറഞ്ഞാൽ 12x² + 2 എന്ന് വരും. ഓക്കെ, 2 × 1 2. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എനിക്ക് ഇതാണ് കിട്ടിയത്. ഇനി x = 1 ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണെന്നല്ല ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടിയ സെക്കൻഡ് ഡെറിവേറ്റീവിൽ 12x² + 2 ഞാൻ x = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് f'(1) 12 × 1² + 2 ചെയ്ത് കഴിഞ്ഞാൽ 12 + 2 14 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ എന്താ പഠിച്ചിട്ടുള്ളത്? സെക്കൻഡ് ഡെറിവേറ്റീവ് ഇതുപോലെ പോസിറ്റീവ് വന്നു എങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? f'(x) പോസിറ്റീവ് വന്നു എങ്കിൽ അവിടെ ലോക്കൽ മിനിമം ആണ് പറഞ്ഞ് പഠിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ലോക്കൽ മിനിമം ആണ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം, അറ്റ് x = 1 f(x) ഈസ് മിനിമം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ. f(x) x = 1 മിനിമം ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ എപ്പോൾ മിനിമം ആവുന്നല്ല, ഫൈൻഡ് ദ നിയറസ്റ്റ് ഡിസ്റ്റൻസ് ആണ്.
ഓക്കെ, ഡിസ്റ്റൻസ് മിനിമം ആവുന്നത് എപ്പോൾ എന്നല്ല, നിയറസ്റ്റ് ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ കിട്ടിയത് എഫ് ഓഫ് എക്സ് ഈസ് മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്നാണ്. നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എഫ് ഓഫ് എക്സ് എന്നത് നമ്മൾ ഇതാണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അതായത് x-3 ഹോൾ സ്ക്വയർ പ്ലസ് x⁴ നമ്മൾ മാറ്റി എഴുതിയിട്ട് നമുക്ക് പറ്റുന്ന രൂപത്തിലാക്കി ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇനി ബാക്കിലേക്ക് പോവാം, ഡിസ്റ്റൻസിലേക്ക്. എഫ് ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ x-3 ഹോൾ സ്ക്വയർ പ്ലസ് x⁴ ആയിരുന്നു. അവിടെ നല്ല സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് ഈസ് മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 1. അതായത് x⁴ കിട്ടാൻ കാരണം എന്താ, അത് നമ്മൾ ഇതിനെ മാറ്റിയതാണ്. ഇത് വന്നത് ഇവിടെ നിന്നല്ലേ. അപ്പോൾ ഇതൊന്നും എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതി പോകാം. ഡിസ്റ്റൻസ് ഈസ് മിനിമം വെൻ എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ x-3 ഹോൾ സ്ക്വയർ പ്ലസ് y-7 ഹോൾ സ്ക്വയർ ഈസ് മിനിമം അറ്റ് എക്സ്. അതായത് നമ്മുടെ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഒരു റൂട്ടിനകത്തെ വാല്യൂ ആണുള്ളത്. അപ്പോൾ ഇത് മിനിമം ആവുന്നത് എക്സ് ഈക്വൽ ടു 1 ആവുമ്പോഴാണ് അല്ലേ. അതായത് ഡിസ്റ്റൻസ് മിനിമം ആവുന്നത് എക്സ്. നിങ്ങൾ ഡയറക്റ്റായിട്ട് ഈ കാര്യം എഴുതിക്കോ, ഡിസ്റ്റൻസ് ഈസ് മിനിമം വെൻ എക്സ് ഈക്വൽ ടു 1. അല്ല ഈ കഥയൊന്നും എഴുതണ്ട. ഓക്കെ, ആ നേരത്തെ സ്റ്റെപ്പ് തന്നെ ഡിസ്റ്റൻസ് ഈസ് മിനിമം വെൻ എക്സ് ഈക്വൽ ടു 1. എക്സ് 1 ആകുമ്പോൾ വൈ കൂടെ കിട്ടിയാലല്ലേ ഡിസ്റ്റൻസ് കാണാൻ പറ്റുള്ളൂ അല്ലേ. ഇതല്ലേ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. എക്സ് 1 ആകുമ്പോൾ വൈ എന്താ വരിക, വൈ ഈക്വൽ ടു x² + 7 ആണ്. 1² + 7 കൊടുത്തു കഴിഞ്ഞാൽ 8. ഓക്കെ, ഇപ്പോൾ എക്സും വൈയും കിട്ടി. ഇതിൽ കൊടുത്താൽ മാത്രം മതി. സോ നിയറസ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ 1 കൊടുത്തു, 1 - 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈൻ്റെ സ്ഥാനത്ത് 8 കൊടുത്തു, 8 - 7 ഹോൾ സ്ക്വയർ. സോ എന്ത് വരും, √-2 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, √4 + 1 √5 വരും. ഓക്കെ, ഇത് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് ഭയങ്കര ലെങ്തിയാണ്, പക്ഷേ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് വളരെ റെയറാണ്. പക്ഷേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സിൽ പഠിക്കുന്ന ഒരുപാട് കൺസെപ്റ്റുകൾ നിങ്ങൾ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണെങ്കിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാനും അങ്ങനെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നതാണെങ്കിലും പോളിനോമിയൽ ഡിവിഷൻ ആണെങ്കിലും ഓക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണെങ്കിലും ഒരു കൺസെപ്റ്റ് വൃത്തിയായി മനസ്സിലാക്കിയ ഒരാളെ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കംപ്ലീറ്റായി ഫൈനൽ ആൻസറിൽ എത്തുള്ളൂ. സോ ഇതൊന്ന് ചെയ്ത് പഠിക്കണം, നല്ലതാണ്. ഓക്കെ.